فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين. അങ്ങനെ രാവണഞ്ഞപ്പോൾ ഒരു നക്ഷത്രം കണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. പക്ഷേ അത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ കാക്ഷിക്കുന്നില്ല. فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين. പിന്നെ ചന്ദ്രൻ ശോഭിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. പക്ഷെ അതും അസ്തമിച്ചപ്പോൾ പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് മാർഗദർശനം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ വഴിപിഴച്ചവരിൽ പെട്ടുപോകും. فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون. അനന്തരം സൂര്യൻ പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്, ഇത് എല്ലാറ്റിലും വലുതാണല്ലോ. പക്ഷേ അതും അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം ഉറക്കെ പ്രഖ്യാപിച്ചു, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിന്റെ പങ്കാളികളാക്കുന്ന സകലതിൽ നിന്നും ഞാൻ വിരക്തനാകുന്നു. ഇബ്രാഹീമിന് പ്രവാചകത്വ പദവി ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സത്യത്തിലേക്ക് നയിച്ച ചിന്തകളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ശുദ്ധഹൃദയനായ ഒരാൾ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നിരീക്ഷിച്ച് പരിചിന്തനം നടത്തുകയാണെങ്കിൽ ശരിയായ ഏകദൈവ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന തെളിവുകൾ അയാൾക്ക് കണ്ടെത്താനാകും. ഏകദൈവത്വത്തിന്റെ ഒരു ശിക്ഷണവും ലഭിക്കാത്ത വിധത്തിൽ തനി ബഹുദൈവത്വപരമായ ചുറ്റുപാടുകളിലാണ് അയാൾ ജനിച്ചു വളർന്നതെങ്കിൽ പോലും ഈ പരമാർത്ഥമാണ് ഇതിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സൂര്യചന്ദ്ര താരകങ്ങളുടെ ദൈവത്വത്തിന്റെ ശംഖനാദമാണ് ചെറുപ്പം മുതൽക്കേ ഇബ്രാഹിമിന് കേൾക്കാൻ കഴിഞ്ഞത്. അതിനാൽ തന്റെ സത്യാന്വേഷണത്തിന്റെ ആരംഭം സൂര്യചന്ദ്ര നക്ഷത്രാദികളിൽ വല്ലതും ഈശ്വരത്വത്തിനർഹമാണോ എന്ന പ്രശ്നത്തിൽ നിന്നായതിൽ ആശ്ചര്യപ്പെടാനില്ല. ഇതേ ചോദ്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ഗാഢമായി ചിന്തിച്ചു. അങ്ങനെ അവസാനം ഈ നിഗമനത്തിലെത്തി, തന്റെ ജനത ദൈവങ്ങളായി ആരാധിക്കുന്ന വസ്തുക്കളെല്ലാം അലംഘനീയമായ ഒരു നിയമത്തിന്റെ അടിമകൾ മാത്രമാണ്. ആ നിയമബന്ധിതമായി മാത്രമാണ് അവ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വസ്തുക്കളൊന്നും തന്നെ ദൈവത്വം ആരോപിക്കപ്പെടാൻ അർഹമല്ല. അവയിലൊന്നും ദിവ്യത്വത്തിന്റെ കണിക പോലുമില്ല. അവയെ സൃഷ്ടിച്ച് സംവിധാനിക്കുകയും അടിമകളാക്കി വെക്കുകയും ചെയ്തവനാണ് ദൈവവും നാഥനും. രാത്രി ഇരുൾ മൂടിയപ്പോൾ ഒരു താരം കണ്ടു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അനന്തരം ചന്ദ്രനെ കണ്ടു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. പിന്നീട് സൂര്യനെ കണ്ടു. അപ്പോൾ ഇന്ന പ്രകാരം പറഞ്ഞു. ഇങ്ങനെയുള്ള ശൈലിയിൽ നിന്ന് സ്വാഭാവികമായും ഒരു ചോദ്യം ഉത്ഭവിക്കുന്നു. അതിനു മുമ്പ് ഇബ്രാഹിം നബി സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ കണ്ടിരുന്നില്ലേ? ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരുന്ന ഗോളങ്ങളാണല്ലോ അവ. എന്നിരിക്കെ ഒരു പ്രത്യേക ദിവസത്തെ സംഭവം പോലെ ഇക്കഥ പറഞ്ഞതെന്തുകൊണ്ട്? പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും ആകാശഗോളങ്ങളുടെ കറക്കത്തെയും സംബന്ധിച്ച ഈ പരിചിന്തനം തന്റെ പ്രായപൂർത്തിക്ക് ശേഷം പലകുറി നടന്നതായിരിക്കുമെന്ന് സ്വയം വ്യക്തമാണ്. പിന്നെന്തുകൊണ്ട് മുമ്പൊരിക്കലും ഉണ്ടാവാത്ത ഒരു അസാധാരണ സംഭവം പോലെ ഇങ്ങനെ പറഞ്ഞു? ഇവിടെ ചിലർ ഇബ്രാഹീമിന്റെ ജന്മത്തെയും വളർച്ചയെയും പറ്റി ഒരു കെട്ടുകഥ തന്നെ ചമച്ചുണ്ടാക്കി. അങ്ങനെയല്ലാതെ പരിഹാരം കാണാൻ സാധ്യമല്ലാത്ത ഒരു സംശയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്. ഇബ്രാഹീമിന്റെ ജനനവും വളർച്ചയും ഒരു ഗുഹയിൽ വെച്ചാണത്രേ ഉണ്ടായത്. അതിനാൽ പ്രായപൂർത്തിയെത്തുന്നതുവരെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ദർശിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഇത്തരം കെട്ടുകഥകളുടെ ആവശ്യമില്ലാത്ത വിധം സംഗതി തികച്ചും വ്യക്തമാണ്. സർ ഐസക് ന്യൂട്ടൻ തോട്ടത്തിൽ ഒരു മരത്തിൽ നിന്ന് ആപ്പിൾ പഴം വീഴുന്നത് കണ്ടു. തദവസരം ഭൂമിയിലേക്ക് ഘനവസ്തുക്കൾ വീഴുന്നതെന്തുകൊണ്ടാണെന്ന ചിന്ത പെട്ടെന്ന് ഉദയം ചെയ്തു. അവസാനം ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ചു. മുകളിൽ നിന്ന് ഒരു സാധനം ഭൂമിയിലേക്ക് വീഴുന്നത് അതിനു മുമ്പ് ന്യൂട്ടൻ കണ്ടിരുന്നില്ലെന്നോ?
തീർച്ചയായും കണ്ടിരിക്കും, പല പ്രാവശ്യം കണ്ടിരിക്കും. മുമ്പ് ദിവസേന ഒരുപാട് തവണ കണ്ടിട്ടുമുണ്ടാവാത്ത ഒരു ചലനം ആപ്പിൾ വീണപ്പോൾ മാത്രം ന്യൂട്ടന്റെ മനസ്സിലുണ്ടായത് എന്തുകൊണ്ടായിരുന്നു? ഇതിന്റെ ഉത്തരം ഒന്നു മാത്രമാണ്. ചിന്തിക്കുന്ന മനസ്സിനെ ഒരേ തരത്തിൽപ്പെട്ട കാഴ്ചകൾ തന്നെ പലപ്പോഴും പല തരത്തിൽ ആകർഷിക്കും. ഒരു വസ്തു നിരവധി തവണ കണ്ടിട്ടും ഒന്നും തോന്നാതിരുന്ന മനസ്സിൽ അതേ വസ്തു കണ്ട് പെട്ടെന്നൊരിക്കൽ ഒരസ്വാസ്ഥ്യം അനുഭവപ്പെട്ടേക്കാം. ഈ അസ്വാസ്ഥ്യം ചിന്താശക്തിയെ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് പിടിച്ചു വലിക്കുന്നു. മുമ്പൊരിക്കലും പരിഹരിക്കാനാവാതെ മനസ്സ് വിഷമിച്ചിരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാനും കുരുക്കഴിക്കാനും അത് സഹായകമാവുന്നു. ഇതുതന്നെയാണ് ഇബ്രാഹിം നബിക്കും സംഭവിച്ചത്. രാപ്പകലുകൾ വന്നും പോയുമിരുന്നു. സൂര്യചന്ദ്ര താരങ്ങൾ ഉദിച്ചും അസ്തമിച്ചും കൊണ്ടിരുന്നു. എന്നാൽ ഒരു സവിശേഷ ദിവസത്തിൽ ഒരു നക്ഷത്രം കണ്ടപ്പോൾ അത് അദ്ദേഹത്തിന്റെ ചിന്താശക്തിയെ തട്ടിയുണർത്തി. അങ്ങനെ ചിന്തിച്ച് ഏകദൈവ വിശ്വാസത്തിന്റെ കേന്ദ്ര യാഥാർത്ഥ്യത്തിലെത്തിച്ചേർന്നു. ഇബ്രാഹീമിന്റെ ഹൃദയം അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നത്തെപ്പറ്റി ചിന്തിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. തന്റെ ജനതയുടെ ജീവിത വ്യവസ്ഥയ്ക്ക് ആധാരമായ വിശ്വാസാദർശങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് പലപ്പോഴും അദ്ദേഹം വിചിന്തനം ചെയ്തിരിക്കണം. അങ്ങനെ പെട്ടെന്ന് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടുകയും ചെയ്തു എന്ന് വരാം. നക്ഷത്രം കണ്ടപ്പോൾ മാത്രം മനസ്സിൽ ചലനം ഉത്ഭവിച്ചതുമാവാം. ഈ വിഷയകമായി മറ്റൊരു ചോദ്യമുണ്ട്. നക്ഷത്രം കണ്ടപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, ഇതാണെന്റെ റബ്ബ്. സൂര്യചന്ദ്രന്മാരെ കണ്ടപ്പോഴും അങ്ങനെ പറഞ്ഞു. ഈ ഘട്ടത്തിൽ താൽക്കാലികമായിട്ടാണെങ്കിലും അദ്ദേഹം ശിർക്കിൽ പെട്ടുപോയിരുന്നില്ലേ? ഇതിനുള്ള ഉത്തരം ഇതാണ്. ഒരു സത്യാന്വേഷി ചിന്തിച്ചു പോകുന്ന വഴിയിൽ തരണം ചെയ്യുന്ന ഘട്ടങ്ങളൊന്നും അന്തിമ ലക്ഷ്യമോ തീരുമാനമോ അല്ല. അദ്ദേഹം കടന്നുപോകുന്ന ഘട്ടങ്ങളല്ല, അവസാനം എത്തിച്ചേരുന്ന താവളമാണ് പരിഗണനീയം. ഇടയ്ക്കുള്ള ഘട്ടങ്ങൾ ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അവിടെ അല്പാൽപം നിൽക്കുന്നുവെങ്കിൽ അത് അന്വേഷണാർത്ഥം മാത്രമാണ്, അല്ലാതെ അതുതന്നെ ലക്ഷ്യമെന്ന് തീരുമാനിച്ചുകൊണ്ടല്ല. ആ നിൽപ്പ് ചോദ്യരൂപത്തിലുള്ളത് മാത്രമാണ്, വിധിരൂപത്തിലുള്ളതല്ല. സത്യാന്വേഷി അവയിൽ ഏതെങ്കിലും ഒരു താവളത്തിൽ വെച്ച് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണോ എന്നായിരിക്കും. അത് അദ്ദേഹത്തിന്റെ അന്തിമ അഭിപ്രായമല്ല. അന്വേഷണ ഫലമായി മറുപടി നിഷേധരൂപത്തിൽ ലഭിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും മുന്നോട്ടു പോകുന്നു. അതിനാൽ വഴിയിൽ തങ്ങി നിന്ന ഇടവേളകളിൽ സത്യാന്വേഷി താൽക്കാലികമായെങ്കിലും അവിശ്വാസത്തിലോ ബഹുദൈവ വിശ്വാസത്തിലോ അകപ്പെട്ടുവെന്ന് കരുതുന്നത് തികച്ചും തെറ്റായിരിക്കും. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫാ വമാ അന മിനൽ മുശ്രികീൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ ആ അസ്തിത്വത്തിലേക്ക് ഞാൻ ഏകാഗ്രനായി മുഖം തിരിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ദൈവത്തിന് പങ്കാളികളെ ചേർക്കുന്നവരിൽ പെട്ടവനല്ല. വഹാജ്ജഹു ഖൗമുഹു ഖാല അതുഹാജ്ജൂനി ഫില്ലാഹി വഖദ് ഹദാൻ വലാ أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون. ജനം തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിനെക്കുറിച്ചാണോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത്? അവനാകട്ടെ എനിക്ക് സന്മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ അവന്റെ പങ്കാളികളാക്കുന്നവരെ ഞാൻ ഭയപ്പെടുന്നില്ല. എന്റെ നാഥൻ വല്ലതും ഇച്ഛിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതു സംഭവിക്കും. എന്റെ നാഥന്റെ ജ്ഞാനം സകല വസ്തുക്കളിലും വ്യാപിച്ചിട്ടുള്ളതാകുന്നു. ഇനിയും നിങ്ങൾ ജാഗ്രതയുള്ളവരാവുകയില്ലേ? ഇബ്രാഹിം നബി ഇവിടെ പറഞ്ഞതിന്റെ സാരമിതാണ്. നിങ്ങളുടെ പ്രവൃത്തികളെപ്പറ്റി സാക്ഷാൽ ദൈവവും നാഥനുമായ അല്ലാഹു അശ്രദ്ധനോ അജ്ഞനോ അല്ല. അവൻ വിശാലനും സർവജ്ഞനുമാണ്. ഈ യാഥാർത്ഥ്യം ഗ്രഹിച്ചിരുന്നിട്ടും നിങ്ങൾ ജാഗ്രതയുള്ളവരാകുന്നില്ലേ? وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم
بالله ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون. അല്ലെങ്കിൽ നിങ്ങൾ സങ്കൽപ്പിച്ച ബഹുദൈവങ്ങളെ ഞാൻ എന്തിനു ഭയപ്പെടണം? നിങ്ങളാകട്ടെ അല്ലാഹു ഒരു തെളിവും അവതരിപ്പിച്ചു തന്നിട്ടില്ലാത്ത വസ്തുക്കളെ അവന്റെ പങ്കാളികളാക്കാൻ ഭയപ്പെടുന്നില്ല. ഈ രണ്ടു പക്ഷങ്ങളിൽ നിർഭയത്വത്തിനും സമാധാനത്തിനും കൂടുതൽ അർഹതയുള്ളതാർക്കാണ്? നിങ്ങൾക്ക് വല്ല വിവരവുമുണ്ടെങ്കിൽ പറയുവിൻ. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. സത്യവിശ്വാസം കൈക്കൊള്ളുകയും ആ വിശ്വാസത്തെ അധർമ്മം കൊണ്ട് മലിനമാക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് സന്മാർഗം സിദ്ധിച്ചവരും. ഇബ്രാഹീമിന്റെ ജനത പ്രപഞ്ചകർത്താവായ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ചിരുന്നില്ല. അവനോടൊപ്പം മറ്റു ചിലരെ കൂടി ദൈവത്തിന്റെ ഗുണങ്ങളിലും അധികാരാവകാശങ്ങളിലും പങ്കുചേർത്തുവെന്നതായിരുന്നു അവരുടെ സാക്ഷാൽ കുറ്റം. അള്ളാഹുവിന്റെ പങ്കാളിയായി നിങ്ങൾ സങ്കൽപ്പിക്കുന്നവ എന്നാണ് ഇബ്രാഹിം പറഞ്ഞത്. സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവരോട് അദ്ദേഹം സംസാരിക്കുന്നു. ദൈവ അസ്തിത്വത്തെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു കൂട്ടരോട് ഈ ശൈലിയിൽ സംസാരിക്കാൻ വഴിയില്ല. അതിനാൽ ഇബ്രാഹീമിന്റെ ജനത ദൈവനിഷേധികളോ ദൈവത്തെപ്പറ്റി അജ്ഞരോ ദിവ്യത്വം മുഴുവൻ തങ്ങളുടെ ആരാധ്യന്മാരിൽ ആരോപിച്ചവരോ ആയിരുന്നു എന്ന സങ്കല്പത്തിൽ കെട്ടിപ്പടുത്ത വ്യാഖ്യാനങ്ങൾ ശരിയല്ല. ചില മുഫസ്സിറുകൾ ആ നിലയിൽ വ്യാഖ്യാനിച്ചത് ഖുർആന്റെ സൂചനകൾക്ക് നിരക്കാത്തതാണ്. വിശ്വാസത്തെ അധർമ്മം കൊണ്ട് മലിനമാക്കാതിരിക്കുന്നവർ എന്നതിലെ അധർമ്മം കൊണ്ടുള്ള വിവക്ഷ പാപമായിരിക്കുമെന്ന് ചില സ്വഹാബികൾ ധരിച്ചിരുന്നു. എന്നാൽ അതുകൊണ്ട് ശിർക്കാണ് വിവക്ഷയെന്ന് തിരുമേനി വ്യക്തമാക്കുകയുണ്ടായി. ആകയാൽ ആയത്തിന്റെ താൽപര്യം ഇതാകുന്നു: അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തോട് ശിർക്കുപരമായ ധാരണയോ കർമ്മമോ കലർത്താതിരിക്കുകയും ചെയ്തവർക്കുള്ളതാണ് നിർഭയത്വം. അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. ഇബ്രാഹീമിന്റെ മഹത്തായ പ്രവാചക ജീവിതത്തിന്റെ പ്രാരംഭം കുറിക്കുന്ന ഈ സംഭവം ബൈബിളിലില്ല എന്നറിയുന്നത് കൗതുകകരമായിരിക്കും. തൽമൂദിൽ ഇത് സംബന്ധിച്ച പ്രതിപാദനമുണ്ട്. എന്നാൽ അതിലെ രണ്ട് സംഗതി ഖുർആനിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒന്ന്, ഇബ്രാഹീമിന്റെ സത്യാന്വേഷണം സൂര്യനിൽ നിന്ന് തുടങ്ങി നക്ഷത്രത്തിലേക്കും പിന്നെ ദൈവത്തിലേക്കുമാണ് നീങ്ങുന്നത്. രണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂര്യനെ നോക്കി ഇതാണെന്റെ റബ്ബ് എന്ന് പറയുക മാത്രമല്ല, അതിനെ നമിക്കുകയും ചെയ്തു. അപ്രകാരം ചന്ദ്രനെയും ഇതാണെന്റെ റബ്ബ് എന്ന് പറഞ്ഞു നമിച്ചുവത്രേ. فَلَمَّا جَنَّ عَلَيْهِ اللَّيْلُ رَأَى كَوْكَبًا قَالَ هَذَا رَبِّي فَلَمَّا